പോലീസ് തന്റെ ഫോണിൽ നിന്നും വിവരങ്ങൾ ചോർത്തുന്നുണ്ട്. ഐഷി ഘോഷ്. സർക്കാർ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ശേഖരിക്കുകയും തന്റെ ഫോൺ ചോർത്തുകയാണെന്ന് SFI നേതാവ് ഐഷി ഘോഷ്. 2021 കേസിന്റെ പേരിൽ കസ്റ്റഡിയിലെടുക്കാൻ CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് ഡൽഹി പോലീസ് എത്തിയത് തന്നെ പിന്തുടർന്നാണ്. താൻ എവിടെയെന്നത് സംബന്ധിച്ച് പോലീസിന് സൂചന കിട്ടിയത് എങ്ങനെയാണെന്നും ഐഷി ഘോഷ് ചോദിച്ചു. അറസ്റ്റ് വാറണ്ട് പോലും ഇല്ലാതെയാണ് പോലീസ് വന്നതെന്നും ഐഷി ചൂണ്ടിക്കാട്ടി. ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഐഷിയുടെ പ്രതികരണം. അറസ്റ്റ് നോട്ടീസ് നൽകാനാണെങ്കിൽ വീട്ടിലോ യൂണിവേഴ്സിറ്റിയിലോ തന്റെ ഓഫീസായ SFI സെന്ററിലോ വരാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ പോലീസ് കൃത്യമായി തന്നെ പിന്തുടർന്ന് AKG ഭവൻ വരെ എത്തി. തന്റെ ലൊക്കേഷൻ വിവരങ്ങൾ പോലീസിന് എങ്ങനെ ലഭിച്ചുവെന്ന് ഐഷി ഘോഷ് ചോദിച്ചു. രാജ്യത്ത് ഭയം പുനഃസ്ഥാപിക്കാനാണ് നീക്കമെന്നും ഐഷി പറഞ്ഞു. ക്രിമിനലുകൾ CJP സമരത്തിൽ പങ്കെടുത്തുവെന്നാണ് പോലീസ് പറയുന്നത്. 2800 ക്രിമിനലുകൾ പങ്കെടുത്തുവെന്നാണ് പോലീസിന്റെ കണക്ക്. അങ്ങനെയെങ്കിൽ ആ ക്രിമിനലുകളുടെ പേര് വിവരം പുറത്തുവിടണം. കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസുമായി സംസാരിച്ചിരുന്നു. സ്റ്റേഷനിൽ നേരിട്ടെത്തി കാണാമെന്ന് പറഞ്ഞിരുന്നു. ഇതിനിടയിലാണ് പോലീസിന്റെ അപ്രഖ്യാപിത നീക്കം. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പിന്തുടർന്നെത്തി അറസ്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. കേസിനെക്കുറിച്ച് തന്റെ അഭിഭാഷകനുമായി സംസാരിച്ച് നിയമപരമായി മുന്നോട്ടു പോകുന്ന സമയത്താണ് പോലീസ് എത്തുന്നതെന്നും ഐഷി ഘോഷ് പറഞ്ഞു. ഒരു വാറണ്ടോ എന്തിനും പോലീസ് യൂണിഫോം പോലും ധരിക്കാതെയാണ് അവർ എത്തിയത്. അറസ്റ്റ് ചെയ്യുകയാണെന്നും ഇപ്പോൾ തന്നെ പോലീസിന്റെ കൂടെ വരണമെന്നുമാണ് പറഞ്ഞത്. എന്നാൽ അഭിഭാഷകനില്ലാത്ത സാഹചര്യത്തിൽ വരാൻ കഴിയില്ലെന്ന് താൻ പറഞ്ഞു. ഒരു പൊളിറ്റിക്കൽ സ്ഥാപനത്തിൽ കയറി തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്നും നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ നിയമപരമായി നടപടികൾ പൂർത്തിയാക്കണമെന്നും താൻ ആവശ്യപ്പെട്ടു. ഇതിനിടെ ഉദ്യോഗസ്ഥ യൂണിഫോം ധരിക്കാത്തത് ജോൺ ബ്രിട്ടാസ് MP ചോദ്യം ചെയ്തു. ഹൈക്കോടതിയിൽ പോയി മടങ്ങി വരുന്നതിനിടെ മഴ പെയ്തെന്നും മഴ നനഞ്ഞതിനെ തുടർന്നാണ് യൂണിഫോം ഒഴിവാക്കിയതെന്നുമാണ് അവർ മറുപടി പറഞ്ഞത്. പോലീസ് ഭയം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഐഷി കൂട്ടിച്ചേർത്തു. അതിനിടെ SFI നേതാവ് ഐഷി ഘോഷിന്റെ അറസ്റ്റ് പട്യാല ഹൗസ് കോടതി തടഞ്ഞു. അറസ്റ്റ് നടപടികൾ തടയണമെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഐഷി ഘോഷ് കോടതിയെ സമീപിച്ചത്. 2021 രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഡൽഹി പോലീസ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്.